ഹലോ, വെൽക്കം ടു മൈ PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾക്കിന്ന് അന്തരീക്ഷമർദ്ദം എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നോക്കാം. അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഇത് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് രസബാരോമീറ്റർ. അതുപോലെ ഹെക്ടോ പാസ്കൽ, മില്ലിബാർ എന്നീ ഏകകങ്ങളാണ് ഇത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ വായു ചെലുത്തുന്ന ഒരു ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഇത് അളക്കാൻ രസബാരോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഹെക്ടോ പാസ്കലും മില്ലിബാറും ആണ് ഇതിൻ്റെ ഏകകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പ്രദേശത്തിൻ്റെ ഉയരം. അതായത് പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും. അതുപോലെ താപം, അന്തരീക്ഷമർദ്ദത്തിൻ്റെ വേറൊരു സ്വാധീനിക്കുന്ന ഘടകമാണ് താപം. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അതുപോലെ ആർദ്രതയിലും അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ ഉള്ള ജലാംശത്തിൻ്റെ അളവാണ് ആർദ്രത. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ ആർദ്രത കൂടുമ്പോൾ എന്ത് കുറയും? മർദ്ദം കുറയും. അതായത് ആർദ്രതയും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇതിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം? ആർദ്രത, താപം, അതുപോലെ പ്രദേശത്തിൻ്റെ ഉയരം, ഇതൊക്കെ അന്തരീക്ഷമർദ്ദവുമായിട്ട് വിപരീത അനുപാതത്തിലാണ്. ഇനി അടുത്ത് ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവുമാണ് നോക്കാനുള്ളത്. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്തെ അന്തരീക്ഷമർദ്ദം കൂടുതലാണെങ്കിൽ അത് ഉച്ചമർദ്ദമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അന്തരീക്ഷമർദ്ദം കുറയുകയാണെങ്കിൽ അത് ന്യൂനമർദ്ദം. ഇനി എന്താണ് സമമർദ്ദ രേഖകൾ? ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. സമമർദ്ദ രേഖകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആഗോളമർദ്ദ മേഖലകൾ. ഭൂമിയിൽ ചില അക്ഷാംശങ്ങളിൽ ഒരേ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടാറുണ്ട്. ഇവയെ 7 തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയിൽ ചില അക്ഷാംശങ്ങളിലൊക്കെ ഒരേപോലത്തെ അന്തരീക്ഷമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അല്ലേ? അപ്പം ഇവയെ 7 തരംതിരിച്ചിരിക്കുന്നത്. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ, ഭൂമിയുടെ ഭ്രമണം എന്നിവയാണ് ആഗോളമർദ്ദ മേഖലകളുടെ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പം നമുക്ക് ആഗോളമർദ്ദ മേഖലകൾ മനസ്സിലായി. അത് 7 രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും ജലലഭ്യതയുടെ ഏറ്റക്കുറച്ചിലൊക്കെ ഇതിന് കാരണമാവാറുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആഗോളമർദ്ദ മേഖലകൾ എന്ന് നോക്കാം. ഇതുവരെ നോക്കിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിതുവരെ എന്താണ് അന്തരീക്ഷമർദ്ദം, അതുപോലെ അളക്കുന്ന ഉപകരണം, അതിൻ്റെ ഏകകങ്ങൾ, പിന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പിന്നെ എന്താണ് സമമർദ്ദ രേഖകൾ, അതുപോലെ ആഗോളമർദ്ദ മേഖലകൾ എന്താണെന്നാണ് ഇതുവരെ നോക്കിയത്. ഇനി ആഗോളമർദ്ദ മേഖലകൾ പ്രധാനമായിട്ടും നമുക്ക് 4 തരംതിരിച്ചിട്ടുണ്ട്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് 0 ഡിഗ്രിയിൽ വരുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഉപധ്രുവീയ മേഖല ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമാണ്. ഇനി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു